ഇന്നത്തെ ടോപ്പിക് മനുഷ്യ ശരീരത്തിലെ രക്തത്തെക്കുറിച്ച് ആണ്. പോഷക ഘടകങ്ങളും ഓക്സിജനും ശരീരകലകളിലേക്കും വിസർജ്യ വസ്തുക്കൾ വിസർജനാവയവങ്ങളിലേക്കും എത്തിക്കുന്ന പ്രധാന ധർമ്മം നിർവഹിക്കുന്നത് രക്തം ആണ്. ശരീരോഷ്മാവ് നിയന്ത്രിക്കുക, ഹോർമോണുകളെ അവയുടെ പ്രവർത്തന സ്ഥലത്ത് എത്തിക്കുക, രോഗപ്രതിരോധ ശേഷി നിലനിർത്തുക എന്നിവയാണ് രക്തം നിർവഹിക്കുന്ന മറ്റ് ധർമ്മങ്ങൾ. രക്തം ഒരു കോശസമൂഹം അഥവാ കല ആണ്. പ്ലാസ്മ, രക്തകോശങ്ങൾ, പ്ലേറ്റ്ലെറ്റുകൾ എന്നിവയാണ് രക്തത്തിലെ ഘടകങ്ങൾ. ആരോഗ്യമുള്ള ഒരു മനുഷ്യനിൽ ഏകദേശം 5 ലിറ്റർ രക്തം ഉണ്ടാകും. രക്തകോശങ്ങൾ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്നത് അസ്ഥിമജ്ജയിൽ ആണ്. ഹീമോസൈറ്റോമീറ്റർ ആണ് രക്തകോശങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണം. ചുവപ്പ് നിറത്തിലുള്ള രക്തകോശങ്ങൾ ആണ് അരുണരക്താണുക്കൾ അഥവാ റെഡ് ബ്ലഡ് സെൽസ് അഥവാ RBC. അരുണരക്താണുക്കളുടെ ശാസ്ത്രീയ നാമം ആണ് എറിത്രോസൈറ്റ്സ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ബ്ലഡ് സെൽസ് ആണ് അരുണരക്താണുക്കൾ. ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള രക്തകോശങ്ങൾ ആണ് അരുണരക്താണുക്കൾ. അരുണരക്താണുക്കൾ ഡിസ്ക് ആകൃതിയിലാണ് കാണപ്പെടുന്നത്. 120 ദിവസമാണ് അരുണരക്താണുക്കളുടെ ആയുസ്. ആയുസ്സെത്തിയവ കരളിലോ സ്പ്ലീനിലോ വെച്ച് വിഘടിച്ച് ബിലിറൂബിൻ, ബിലിവിർഡിൻ എന്നീ വർണ്ണവസ്തുക്കൾ ഉണ്ടാകുന്നു. ബിലിറൂബിൻ്റെ നിറം ചുവന്ന നിറവും ബിലിവിർഡിൻ്റെ നിറം പച്ച നിറവും ആണ്. മലത്തിൻ്റെ മഞ്ഞ നിറത്തിന് കാരണം ബിലിറൂബിൻ ആണ്. ചുവന്ന രക്താണുക്കളുടെ ശവപ്പറമ്പ് എന്ന് അറിയപ്പെടുന്നത് സ്പ്ലീഹ ആണ്. ഒരു ഘന മില്ലിമീറ്റർ രക്തത്തിൽ 45 മുതൽ 60 ലക്ഷം വരെ അരുണരക്താണുക്കൾ കാണപ്പെടുന്നു. ഹീമോഗ്ലോബിൻ അരുണരക്താണുവിൽ കാണുന്ന ഇരുമ്പ് അടങ്ങിയ മാംസ്യ തന്മാത്ര ആണ്. ഈ തന്മാത്രയാണ് രക്തത്തിന് ഓക്സിജൻ, കാർബൺ ഡയോക്സൈഡ് എന്നിവയെ വഹിക്കുവാനുള്ള ശേഷി നൽകുന്നത്. രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന ഘടകം ഹീമോഗ്ലോബിൻ ആണ്. ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ആണ് ഇരുമ്പ്. ആരോഗ്യമുള്ള ഒരാളുടെ 100 മില്ലിലിറ്റർ രക്തത്തിൽ 14.5 ഗ്രാം ആണ് ഹീമോഗ്ലോബിൻ്റെ അളവ്. സ്ത്രീകളിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് 13.5 ഗ്രാം ആണ്. ചുവന്ന രക്താണുക്കളുടെ എണ്ണം കൂടുന്നതുമൂലം ഉണ്ടാകുന്ന അവസ്ഥ ആണ് പോളിസൈറ്റീമിയ. ചിലരിൽ അരുണരക്താണുക്കളുടെ ആകൃതി അരിവാള് പോലെ ഇരിക്കും. ഇത്തരക്കാരിൽ ശരിക്കുള്ള ഓക്സിജൻ സംവഹനം നടക്കുകയില്ല. ഈ രോഗം ആണ് അരിവാൾ കോശ രോഗം അഥവാ സിക്കിൾ സെൽ അനീമിയ. ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയുന്നത് മൂലം ഉണ്ടാകുന്ന രോഗം ആണ് അനീമിയ. മനുഷ്യ ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി നൽകുന്ന രക്താണുക്കൾ ആണ് ശ്വേതരക്താണുക്കൾ അഥവാ വൈറ്റ് ബ്ലഡ് സെൽസ് അഥവാ WBC. ശ്വേതരക്താണുക്കളുടെ ശാസ്ത്രീയ നാമം ആണ് ല്യൂക്കോസൈറ്റ്. അസ്ഥിമജ്ജ, ലിംഫ് ഗ്രന്ഥി, സ്പ്ലീൻ എന്നിവിടങ്ങളിൽ ആണ് ശ്വേതരക്താണുക്കൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. 10 മുതൽ 15 ദിവസം വരെയാണ് ശ്വേതരക്താണുക്കളുടെ ആയുസ്. ഒരു ഘന മില്ലിമീറ്റർ രക്തത്തിൽ 7000 മുതൽ 8000 വരെയാണ് ഇവയുടെ എണ്ണം.
ശ്വേതരക്താണുക്കൾക്ക് നിറം ഇല്ല. 5 തരത്തിലുള്ള ശ്വേതരക്താണുക്കൾ ആണ് ഉള്ളത്. ന്യൂട്രോഫിൽ, ഈസ്നോഫിൽ, ബേസോഫിൽ, മോണോസൈറ്റ്, ലിംഫോസൈറ്റ് എന്നിവയാണ് അവ. കോശം, മർമ്മം, കോശദ്രവ്യം എന്നിവയിലെ വ്യത്യാസം നോക്കിയാണ് ഇവയെ തിരിച്ചറിയുന്നത്. ഫാഗോസൈറ്റ് ആയി പ്രവർത്തിക്കുന്ന WBC ആണ് മോണോസൈറ്റും ന്യൂട്രോഫിലും. ബാക്ടീരിയകളെ നശിപ്പിക്കുവാനുള്ള രാസവസ്തുക്കൾ നിർമ്മിക്കുന്നത് ന്യൂട്രോഫിൽ ആണ്. ഏറ്റവും വലിയ WBC ആണ് മോണോസൈറ്റ്. മറ്റു ശ്വേതരക്താണുക്കളെ ഉത്തേജിപ്പിക്കുകയും രക്തക്കുഴലുകളെ വികസിപ്പിക്കുകയും ചെയ്യുന്നത് ബേസോഫിൽ ആണ്. ഹെപ്പാരിൻ അടങ്ങിയ WBC ആണ് ബേസോഫിൽ. അന്യവസ്തുക്കളെ നശിപ്പിക്കുന്നതിനുള്ള രാസവസ്തുക്കളെ നിർമ്മിക്കുന്നത് ഈസിനോഫിൽ ആണ്. ഏറ്റവും ചെറിയ WBC ആണ് ലിംഫോസൈറ്റ്. രോഗപ്രതിരോധ ശേഷിക്ക് ആവശ്യമായ ആൻറ്റിബോഡി നിർമ്മിക്കുന്നത് ലിംഫോസൈറ്റ് ആണ്. 2 തരത്തിലുള്ള ലിംഫോസൈറ്റുകൾ ആണ് ഉള്ളത്. T ലിംഫോസൈറ്റും B ലിംഫോസൈറ്റും. തൈമസ് ഗ്രന്ഥിയിൽ വെച്ചാണ് T ലിംഫോസൈറ്റ് നിർമ്മിക്കപ്പെടുന്നത്. B ലിംഫോസൈറ്റ് നിർമ്മിക്കപ്പെടുന്നത് അസ്ഥിമജ്ജയിൽ വെച്ച് ആണ്. B ലിംഫോസൈറ്റ് ആണ് ആൻറ്റിബോഡി ഉൽപ്പാദിപ്പിക്കുന്നത്. ക്യാൻസർ കോശങ്ങളെയും വൈറസ് ബാധിച്ച കോശങ്ങളെയും നശിപ്പിക്കുവാൻ കഴിവുള്ളതാണ് T ലിംഫോസൈറ്റ്. ശ്വേതരക്താണുക്കൾ മനുഷ്യശരീരത്തിലെ പോരാളി എന്നും പ്രതിരോധ ഭടന്മാർ എന്നും അറിയപ്പെടുന്നു. ശ്വേതരക്താണുക്കൾ അമിതമായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതുമൂലം ഉണ്ടാകുന്ന രോഗം ആണ് ലുക്കീമിയ അഥവാ രക്താർബുദം. ശരീരത്തിൽ ശ്വേതരക്താണുക്കളുടെ അളവ് കുറയുന്നത് മൂലം ഉണ്ടാകുന്ന രോഗം ആണ് ലുക്കോപീസിയ. സൂക്ഷ്മകോശദ്രവ്യ കണങ്ങളാണ് പ്ലേറ്റ്ലെറ്റുകൾ. ഇവയ്ക്ക് മർമ്മവും നിറവും ഇല്ല. പ്ലേറ്റ്ലെറ്റുകൾ ത്രോംബോസൈറ്റ് എന്നും അറിയപ്പെടുന്നു. 1 ഘനമില്ലിമീറ്റർ രക്തത്തിൽ 2.5 മുതൽ 3.5 ലക്ഷം വരെ പ്ലേറ്റ്ലെറ്റുകൾ ഉണ്ടാകും. അസ്ഥിമജ്ജയിലാണ് ഇവ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. രക്തം കട്ടപിടിക്കുവാൻ സഹായിക്കുന്നത് പ്ലേറ്റ്ലെറ്റുകൾ ആണ്. 4 മുതൽ 7 ദിവസം വരെയാണ് ഇവയുടെ ആയുർദൈർഘ്യം. രക്തം കട്ടപിടിക്കാത്ത അവസ്ഥയാണ് ഹീമോഫീലിയ. ക്രിസ്തുമസ് രോഗം എന്നും ഇത് അറിയപ്പെടുന്നു. ഇത് ഒരു ജനിതക രോഗം ആണ്. പുരുഷന്മാരിൽ മാത്രമാണ് ഈ രോഗം കാണപ്പെടുന്നത്. രക്തത്തിലെ ദ്രാവക ഭാഗമാണ് പ്ലാസ്മ. രക്തത്തിൻ്റെ 55% പ്ലാസ്മയാണ്. ഇളം മഞ്ഞയാണ് ഇതിൻ്റെ നിറം. പ്ലാസ്മയിൽ 91 മുതൽ 92% വരെ ജലം ആണ്. ഫൈബ്രിനോജൻ, ഗ്ലോബുലിൻ, ആൽബുമിൻ എന്നീ മാംസ്യങ്ങൾ പ്ലാസ്മയുടെ 7.8% വരും. സോഡിയം, പൊട്ടാസ്യം ക്ലോറൈഡ്, ഫോസ്ഫേറ്റ്, കാൽസ്യം അയോണുകളും പ്ലാസ്മയിൽ കാണപ്പെടുന്നു. രക്തം കട്ടപിടിക്കുവാൻ സഹായിക്കുന്ന മാംസ്യം ആണ് ഫൈബ്രിനോജൻ. ഗ്ലോബുലിൻ ആൻറ്റിബോഡിയായി പ്രവർത്തിക്കുന്നു. രക്തസമ്മർദ്ദം നിയന്ത്രിക്കുക എന്നതാണ് ആൽബുമിൻ്റെ ധർമ്മം. രക്തത്തിൽ അടങ്ങിയിരിക്കുന്ന വ്യത്യസ്ത പ്രോട്ടീനുകളുടെ അതായത് ആൻറ്റിജൻ, ആൻറ്റിബോഡി എന്നിവയുടെ സാന്നിധ്യം അനുസരിച്ചാണ് രക്തത്തെ ഗ്രൂപ്പുകളായി തിരിക്കുന്നത്. രക്തഗ്രൂപ്പ് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആണ് കാൾ ലാൻഡ്സ്റ്റൈനർ. RH ഫാക്ടറിൻ്റെ സാന്നിധ്യം അനുസരിച്ച് ആണ് രക്തഗ്രൂപ്പ് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് അറിയുവാൻ സാധിക്കുന്നത്.
RH ഘടകത്തിൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ രക്തം പോസിറ്റീവ് ആയിരിക്കും. RH ഘടകത്തിൻ്റെ സാന്നിധ്യം ഇല്ലെങ്കിൽ രക്തം നെഗറ്റീവ് ആയിരിക്കും. ആദ്യമായി RH ഫാക്ടർ കണ്ടെത്തിയത് റീസസ് കുരങ്ങുകളിൽ ആണ്. RH ഫാക്ടർ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ കാൾ ലാൻഡ് സ്റ്റെയ്നർ ആണ്. എ, ബി, AB, O എന്നിവയാണ് രക്തഗ്രൂപ്പുകൾ. ഏറ്റവും കൂടുതൽ ആളുകളിൽ കാണപ്പെടുന്ന രക്തഗ്രൂപ്പ് ആണ് O പോസിറ്റീവ്. ഏറ്റവും കുറവ് ആളുകളിൽ കാണപ്പെടുന്ന രക്തഗ്രൂപ്പ് ആണ് AB നെഗറ്റീവ്. ലോകത്തിൽ അപൂർവം ചിലരിൽ കാണപ്പെടുന്ന രക്തഗ്രൂപ്പ് ആണ് ബോംബെ ഗ്രൂപ്പ്. ആന്റിബോഡികളുടെ സാന്നിധ്യം നോക്കിയാണ് രക്തദാനം നടത്തുന്നത്. യോജിക്കാത്ത രക്തങ്ങൾ തമ്മിൽ കലരുമ്പോൾ സ്വീകരിക്കുന്ന ആളിലെ പ്ലാസ്മയിലെ ആന്റിബോഡി ദാതാവിൻ്റെ രക്തത്തിലെ അരുണരക്താണുക്കളെ കട്ടപിടിപ്പിക്കും. ഇതാണ് അഗ്ലൂട്ടിനേഷൻ. ആന്റിജൻ ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് ആണ് O. ആന്റിബോഡി ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് ആണ് AB. സാർവീക ദാതാവ് അഥവാ യൂണിവേഴ്സൽ ഡോണർ എന്നറിയപ്പെടുന്ന ബ്ലഡ് ഗ്രൂപ്പ് ആണ് O. Oയിൽ തന്നെ O നെഗറ്റീവും O പോസിറ്റീവും ഉണ്ട്. ഇതിൽ O നെഗറ്റീവ് ആണ് സാർവീക ദാതാവ് എന്ന് അറിയപ്പെടുന്നത്. സാർവീക സ്വീകർത്താവ് അഥവാ യൂണിവേഴ്സൽ റെസിപ്പിയൻ്റ് എന്ന് അറിയപ്പെടുന്ന ബ്ലഡ് ഗ്രൂപ്പ് ആണ് AB. ABയിൽ AB നെഗറ്റീവും AB പോസിറ്റീവും ഉണ്ട്. ഇതിൽ AB പോസിറ്റീവ് ആണ് യൂണിവേഴ്സൽ റെസിപ്പിയൻ്റ് അഥവാ സാർവീക സ്വീകർത്താവ് എന്ന് അറിയപ്പെടുന്നത്. പ്രധാന ആന്റിജൻ ആണ് ആന്റിജൻ Aയും Bയും. ആന്റിജൻ അരുണരക്താണുക്കളിലും ആന്റിബോഡി പ്ലാസ്മയിലും ആണ് ഉള്ളത്. A ഗ്രൂപ്പ് രക്തത്തിൽ ആന്റിജൻ Aയും B ഗ്രൂപ്പിൽ ആന്റിജൻ Bയും അടങ്ങിയിരിക്കുന്നു. AB ഗ്രൂപ്പിൽ ആന്റിജൻ Aയും ആന്റിജൻ Bയും അടങ്ങിയിരിക്കുന്നു. ആന്റിജൻ ഇല്ലാത്ത രക്തമാണ് O ഗ്രൂപ്പ്. A ഗ്രൂപ്പ് രക്തത്തിൽ അടങ്ങിയ ആന്റിബോഡി ആന്റി-B ആണ്. B ഗ്രൂപ്പ് രക്തത്തിൽ അടങ്ങിയിരിക്കുന്ന ആന്റിബോഡി ആന്റിബോഡി A ആണ്. AB ഗ്രൂപ്പിൽ ഒരു ആന്റിബോഡിയും ഇല്ല. O ഗ്രൂപ്പിൽ അടങ്ങിയിരിക്കുന്ന ആന്റിബോഡി ആണ് ആന്റിബോഡി Aയും ആന്റിബോഡി Bയും. എല്ലാവർക്കും നൽകുവാൻ കഴിയുന്ന രക്തഗ്രൂപ്പ് ആണ് O ഗ്രൂപ്പ്. അതുകൊണ്ടാണ് O ഗ്രൂപ്പ് സാർവീക ദാതാവ് എന്ന് അറിയപ്പെടുന്നത്. AB ഗ്രൂപ്പുകാർക്ക് ഏത് രക്തവും സ്വീകരിക്കാം. അതുകൊണ്ടാണ് AB ഗ്രൂപ്പ് സാർവീക സ്വീകർത്താവ് എന്ന് അറിയപ്പെടുന്നത്. O ഗ്രൂപ്പുകാരന് അതേ ഗ്രൂപ്പ് രക്തം മാത്രമേ സ്വീകരിക്കുവാൻ കഴിയുകയുള്ളൂ. A ഗ്രൂപ്പിൽപ്പെട്ടവർക്ക് രക്തം ദാനം ചെയ്യുവാൻ കഴിയുന്നത് A ഗ്രൂപ്പിനും AB ഗ്രൂപ്പിനും മാത്രം ആണ്. A ഗ്രൂപ്പുകാർക്ക് രക്തം സ്വീകരിക്കുവാൻ കഴിയുന്നത് A ഗ്രൂപ്പിൽ നിന്നും O ഗ്രൂപ്പിൽ നിന്നും മാത്രം ആണ്. B ഗ്രൂപ്പിൽപ്പെട്ടവർക്ക് രക്തം ദാനം ചെയ്യുവാൻ കഴിയുന്നത്
ബി ഗ്രൂപ്പുകാർക്കും എ ബി ഗ്രൂപ്പിനും മാത്രം ആണ്. ബി ഗ്രൂപ്പുകാർക്ക് രക്തം സ്വീകരിക്കുവാൻ കഴിയുന്നത് ബി ഗ്രൂപ്പിൽ നിന്നും ഒ ഗ്രൂപ്പിൽ നിന്നും മാത്രം ആണ്. രക്തസമ്മർദ്ദം അളക്കുന്ന ഉപകരണമാണ് സിഗ്മോമാനോമീറ്റർ. ഹൃദയം സങ്കോചിക്കുമ്പോഴുണ്ടാകുന്ന മർദ്ദം മൂലം ധമനികൾ വികസിക്കുന്നു. ഈ മർദ്ദം ആണ് സിസ്റ്റോളിക് പ്രഷർ. ഹൃദയം വിശ്രമിക്കുമ്പോൾ മർദ്ദം കുറയുന്നു. ഇതാണ് ഡയസ്റ്റോളിക് പ്രഷർ. ആരോഗ്യമുള്ള ഒരാളുടെ സിസ്റ്റോളിക് പ്രഷർ 120 mm ഡയസ്റ്റോളിക് പ്രഷർ 80 mmHg ആണ്. രക്തസമ്മർദ്ദം കുറയുന്നത് ഹൈപ്പോടെൻഷനും കൂടുന്നത് ഹൈപ്പർ ടെൻഷനും ആണ്. RH ആൻറ്റിജൻസിൻ്റെ ചേർച്ചയില്ലായ്മ മൂലം ഗർഭസ്ഥ ശിശുവിൻ്റെ RBC നശിച്ചു പോകുന്ന അവസ്ഥയാണ് എരിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസിസ്. ഒന്നാമത്തെ പേരൻറ്റിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് എയും രണ്ടാമത്തെ പേരൻറ്റിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് എയും ആണെങ്കിൽ കുട്ടിയുടെ ബ്ലഡ് ഗ്രൂപ്പ് ആവാൻ സാധ്യതയുള്ളത് എ ഗ്രൂപ്പോ ഒ ഗ്രൂപ്പോ ആയിരിക്കും. ഒന്നാമത്തെ പേരൻറ്റിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് ബിയും രണ്ടാമത്തെ പേരൻറ്റിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് ബിയും ആണെങ്കിൽ കുട്ടിയുടെ ബ്ലഡ് ഗ്രൂപ്പ് ആവാൻ സാധ്യതയുള്ളത് ബി ഗ്രൂപ്പോ ഒ ഗ്രൂപ്പോ ആയിരിക്കും. ഒന്നാമത്തെ പേരൻറ്റിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് എ ബിയും രണ്ടാമത്തെ പേരൻറ്റിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് ഒയും ആണെങ്കിൽ കുട്ടിയുടെ ബ്ലഡ് ഗ്രൂപ്പ് ആവാൻ സാധ്യതയുള്ളത് എ ബ്ലഡ് ഗ്രൂപ്പോ ബി ബ്ലഡ് ഗ്രൂപ്പോ ആയിരിക്കും. ഒന്നാമത്തെ പേരൻറ്റിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് ഒയും രണ്ടാമത്തെ പേരൻറ്റിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് ഒയും ആണെങ്കിൽ കുട്ടിയുടെ ബ്ലഡ് ഗ്രൂപ്പ് ആവാൻ സാധ്യതയുള്ളത് ഒ ഗ്രൂപ്പ് ആയിരിക്കും.